എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. രാവിലെ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫേസ് മസാജിങ് ഒക്കെ ആയിട്ട്. ഇന്ന് ആക്ച്വലി ഇന്നലെ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് നിങ്ങൾ മസാജിങ് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് എക്സർസൈസും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താം. കാരണം നമ്മൾ മസാജിങ് മാത്രം ചെയ്യാതെ കുറച്ച് എക്സർസൈസും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ആ ഒരു ഇതിനൊരു ഷേപ്പ് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് പ്രോസസ്സിലാണെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭയങ്കര ചേഞ്ച് ഉണ്ട്. എൻ്റെ ഫേസിൻ്റെ ഗ്ലോ ഒക്കെ കണ്ടോ. ഞാൻ നല്ല ആ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും ഒക്കെ റിസൾട്ടാണ് എൻ്റെ ഫേസിൽ. നിങ്ങൾ ചോദിച്ചില്ലേ ഇപ്പോൾ എന്താ ഫേസിലൊന്നും ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ചോദിച്ചില്ലേ എങ്ങനെയാണ് ഫേസൊക്കെ നല്ല മാറുന്നതെന്ന്. എല്ലാ സീക്രട്ടും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ തൽക്കാലം എൻ്റെ ഈ ഒരു ഫേസ് മസാജിങ്ങും അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, എന്താരംഭിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലൊരു ദിവസമാണ്. നല്ലൊരു ദിവസം നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവമേ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുക. ചീത്ത കാര്യങ്ങളെ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയുക. നല്ല കാര്യങ്ങളെ രണ്ട് ചെവിയിലൂടെയും കേട്ട് രണ്ട് ചെവിയിലൂടെയും മനസ്സിലേക്ക് എടുക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ചീത്ത കാര്യങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് വിഷമിക്കരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ എന്തിനാണ് ഈ മസാജിങ് ഒക്കെ ചെയ്യുന്നത്? നമ്മൾ സുന്ദരികളൊക്കെ ആയിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലൈഫിൽ. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് എപ്പോഴും ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ, കരിയർ ഓയിൽ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ ഇച്ചിരി ഒരു രസമൊക്കെ വേണ്ടേ, അതുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ ഫേസിൽ നല്ല പോലെ ഒന്ന് മസാജ് കൊടുക്കുക ഫസ്റ്റ്. കാരണം നമുക്ക് ആ ഫേസിലൊരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടൈറ്റായി പോകില്ലേ, അതുകൊണ്ടാണ് രാവിലെ ഇച്ചിരി ഓയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ മോതിരങ്ങളൊക്കെ ഒന്ന് മാറ്റാം. ഒരുപാട് പേരെന്നോട് ചോദിച്ചു കേട്ടോ, ഈ എന്താണ് കയ്യിൽ ഒരു പച്ച കളർ തിളങ്ങുന്നതിന്. ദേ ഇതാണ് ബ്ലറായി പോന്നു. ഇതാണ് സംഭവം കേട്ടോ. എൻ്റെ മോതിരമാണേ, മരതക്കം. അതാണ് സംഭവം. ഒരുപാട് പേര് ചോദിച്ചു കവി എന്താണ് കയ്യിൽ പച്ച കളർ തിളങ്ങുന്നതാണ്. അപ്പം നമ്മൾ ഈ നമ്മുടെ രാശിക്കൊക്കെ അനുസരിച്ച് ചെയ്യില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ കവിത ഒന്നാമതേ സംസാരിച്ച് വെറുപ്പിക്കും, അതല്ലേ നിങ്ങൾ ആലോചിച്ചേ. നല്ല പോലെ ഫേസിൽ മസാജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൈ നല്ലപോലെ ചൂടാക്കുക. നിങ്ങൾക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കണ്ട് നിങ്ങൾ കൂടെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, കൈ നല്ലപോലെ മസാജ് ചെയ്ത് ചൂടാക്കി ഫസ്റ്റ് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലും ഒക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, നല്ലപോലെ കണ്ണിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചെവി നമുക്കുള്ളതാണ്. അപ്പോൾ എപ്പോഴും ചെവിയെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയാനങ്ങ് വിട്ടുപോകും. എപ്പോഴും ചെവിയിൽ നല്ല പോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പലരും ചോദിച്ചു, ചേച്ചി നമ്മുടെ ഈ ഭാഗം, ഞാൻ അന്ന് കാണിച്ചത് നമ്മുടെ ഈ ഭാഗങ്ങളെല്ലാം മുകളിലേക്കാണ് മസാജ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഒരു കാർട്ടിലേജ് കണ്ടോ, അത് നിങ്ങൾക്ക് ഇതുപോലെ ചെവിയുടെ സൈഡിലേന്ന് താഴേക്ക് മസാജ് കൊടുക്കാം. അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സൗന്ദര്യം വരുന്ന വഴിയാണ്. നമ്മളിവിടെ മസാജ് ചെയ്യുന്തോറും നമുക്ക് ആ ഫേസിലൊരു ഗ്ലോ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് ഫസ്റ്റ് സ്റ്റാർട്ട് നമുക്ക് കഴുത്തിലേന്ന് ആരംഭിക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിലും ഒരു 10 കൗണ്ട്സ് കൂടെ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകരുത് വിചാരിച്ചിട്ടാണ് 10 കൗണ്ട്സിൽ നിർത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് നല്ലപോലെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു തള്ളി നിൽക്കുമല്ലോ കാർട്ടിലേജ്, അതിങ്ങനെ ചെവിയുടെ അടുത്ത് നിന്ന് താഴേക്ക് 1 2 അവിടെ താഴേക്ക് ഈ സൈഡിലോട്ടായി കൊടുക്കുക. 3 4 5 6 7 8 9 10. ആഹാ, നല്ല സുഖമാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ. അടുത്തത് ഇവിടെ 1 2 3 4 5 6 7 8. സാവധാനം ചെയ്താൽ മതി കേട്ടോ. 9 10. അടുത്ത് നമ്മുടെ ചെവി ഉണ്ടല്ലോ, ചെവി നല്ലപോലെ ഒന്ന് മസാജ് കൊടുക്കുക. 1 2 3 4 5 6
7, 8, 9, 10. എന്നിട്ട് ചെവിയുടെ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് ഇവിടെ അവിടെ 1, മുകളിലേക്കും താഴേക്കും 2, 3, 4, നല്ല എൻജോയ് ചെയ്ത് ചെയ്യും കേട്ടോ. 5, 6, അപ്പോൾ നല്ലൊരു സുഖം കിട്ടും. 7, 8, 9, 10. ഇനി ചെവി ഒന്ന് പിടിച്ച് വലിക്കുക. 1, 2, 3, താഴേന്ന് മുകളിലേക്ക് 4, 5, 6, 7, 8, 9, 10. ഓക്കെ. അടുത്ത നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് മുകളിലേക്ക് ഇതുപോലെ കണ്ടോ, ഈ ഭാഗം മുകളിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മുകളിലേക്ക്. ഓക്കെ. അടുത്തത് ഈ സൈഡ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ഭാഗമാണ്. എനിക്ക് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ. പക്ഷെ ഇങ്ങനെ വെട്ടുള്ളത് ആക്ച്വലി ഇവിടുന്ന് ഇവിടെ വരെ വരുന്നത് അതൊരു ഫേസിൻ്റെ ഷേപ്പാണെന്ന് പറയും. പക്ഷേ എന്താണെന്ന് അറിയോ, പെട്ടെന്ന് നമുക്ക് വയസ്സാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ തൂങ്ങിപ്പോകും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഓക്കെ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കൈ ചൂടാക്കി കൊടുക്കുക. ചൂടാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ താടി ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് സൈഡിലേക്ക് 1, കണ്ടോ ഇതേപോലെ 2, ചെറിയൊരു പ്രഷർ കൊടുത്ത് ചെവിയുടെ എൻഡ് വരെ 3, 4, 5, 6. നമ്മുടെ മുഖമാണ്, അതുകൊണ്ട് ഇട്ട് മാന്തി പറിക്കരുത്, പതുക്കെ 8, 9, 10. ഓക്കെ. അടുത്തത് കൈ ഇതുപോലെ വെച്ചിട്ട് മുകളിലേക്ക് 1. ഈ ഭാഗം നമ്മൾ ഫസ്റ്റ് ഈ ഭാഗം കൂടെ നില ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്ത് അടുത്തത് ഇവിടുന്ന് 2, ഇത് കണ്ടോ ഇതുപോലെ 3, 4, ഇതുപോലെ പൊങ്ങിയിരിക്കണം. 5, 6, 7, 8, 9, 10. ഓക്കെ. അടുത്തത് കൈ നല്ലപോലെ ചൂടാക്കി നമ്മുടെ മുഖത്തൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ചെയ്യും തോറും ഇങ്ങനെ കൈ ഒന്ന് ചൂടാക്കി വെച്ച് കൊടുക്കുമ്പോൾ ആ എണ്ണ നല്ലപോലെ അബ്സോർബ് ആകുകയും ചെയ്യും. നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. നല്ല സുന്ദരി കുട്ടികളായിട്ട് മാറാം. ഓക്കെ. അടുത്തത് നമ്മുടെ ലാഫിംഗ് ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ലാഫിംഗ് ലൈൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് 1, 2, താടിയിൽ അവസാനിക്കണം. 3, 4, 5, കൃത്യമായിട്ട് നോക്കി ചെയ്യുക. 6, 7, 8, 9, 10. നമ്മളൊരു 15 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം കേട്ടോ ഫേസ് മസാജ്. അടുത്തത് നമ്മൾ ഇങ്ങനെ അത് ചേർന്ന ഇങ്ങനെ ഇങ്ങനല്ല കണ്ടോ, ചേർന്ന എന്നിട്ട് ചെയ്യാം. 1, ഓക്കെ. അടുത്തത് നമ്മുടെ കവിള് നല്ലപോലെ വീർപ്പിച്ച് പിടിക്കുക. വീർപ്പിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ താഴേക്ക് വീർപ്പിച്ച് പിടിക്കരുത്, മുകളിലേക്ക്. എന്നിട്ട് റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് മസാജ്. ഓക്കെ. 10 കൗണ്ട്സ്. അടുത്തത് നമ്മുടെ ചുണ്ടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1, 2,
5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്ത നമ്മുടെ മൂക്ക് മുകളിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ഓക്കെ, 2 കൈ വെച്ചിട്ട് 1, 2, നല്ലപോലെ ശബ്ദമായിട്ട് ശ്വാസം എടുക്കുക. 3, 4, 5, 6, 7, നല്ല എല്ലിൽ നല്ലപോലെ. 8, 9, 10. താഴേക്ക് ശ്വാസം വിട്ടുകൊണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്തത് നമ്മുടെ കണ്ണ് നല്ലപോലെ ഫസ്റ്റ് ഒന്ന് ചൂടായി കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട്, ഈ ഒരു മോതിര വിരൽ വെച്ചിട്ട് റൗണ്ടായിട്ട്, ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യാം. റൗണ്ടായിട്ട് പിരികത്തിൻ്റെ മുകളിൽ കൂടെ താഴേക്ക്. അടുത്ത റൗണ്ട് വരുമ്പോൾ പിരികത്തിൻ്റെ താഴെ കൂടെ താഴേക്ക്. കണ്ടോ, ഇങ്ങനെ ആദ്യം പിരികത്തിൻ്റെ മുകളിൽ കൂടി റൗണ്ടായിട്ട്, അടുത്ത റൗണ്ട് വരുമ്പോൾ പിരികത്തിൻ്റെ താഴെ കൂടെ റൗണ്ടായിട്ട്. അതുപോലെ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4. പതുക്കെ ചെയ്യണം. കണ്ണ് വലിയ പ്രശ്നമാണ്. 5, 6, 7, മുകളിൽ കൂടെ. 8, താഴെ കൂടെ. 9, മുകളിൽ കൂടെ. 10, താഴെ കൂടെ. ആൻറ്റി ക്ലോക്ക് വൈസ്, മുകളിൽ കൂടെ. 1, താഴെ കൂടെ. 2, മുകളിൽ കൂടി. 3, താഴെ കൂടി. 4, മുകളിൽ കൂടി വീണ്ടും. 5, താഴെ കൂടി. 6, മുകളിൽ കൂടി. 7, താഴെ കൂടി. 8, മുകളിൽ കൂടി. 9, താഴെ കൂടി. 10. ഓക്കെ, ഇപ്പം തന്നെ കണ്ണിന് നല്ല റിലാക്സ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ കൈ ചൂടാക്കി ഒരു പ്രാവശ്യം കൂടെ കണ്ണിന് മുകളിൽ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്തത് നമ്മുടെ നെറ്റി ഭാഗത്തും ഫസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂട് വെച്ച് കൊടുക്കുക. ചൂട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചൂട് വെച്ച് കൊടുക്കണം കേട്ടോ. ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫേസിന്. എന്നിട്ട് ദേ ഇങ്ങനെ കണ്ടോ. 1, 2, 3, എൻഡ് വരെ. 4, 5, 6, 7, 8, 9, 10. എന്നിട്ട് ദേ സൈഡിലേക്ക്. 1, 2, എൻഡിൽ. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇന്ന് നമുക്ക് ഇത്രയും മതി. ഞാൻ ആക്ച്വലി എക്സർസൈസും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് 14 മിനിറ്റോളമായി മതി. നമുക്ക് 14-15 മിനിറ്റോളം എക്സർസൈസസ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു ലാസ്റ്റ് കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെള്ളം വായ്ക്കുള്ളിൽ കൊണ്ടതിന് ശേഷം വായ് നല്ലപോലെ വീർപ്പിച്ച് വയ്ക്കുക. ഒരു 20 കൗണ്ട്സ് വീർപ്പിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ ഒരു 20 കൗണ്ട്സ് നിങ്ങൾ അതുപോലെ വീർപ്പിച്ച് വെച്ചേക്കുക. വെള്ളം സാവധാനം കുടിക്കുക. വീണ്ടും വെള്ളം കുടിക്കുക. 20 കൗണ്ട്സ് വീർപ്പിച്ച് വെച്ചേക്കുക. വെള്ളം സാവധാനം കുടിക്കുക. വീണ്ടും 20 കൗണ്ട്സ് 3 പ്രാവശ്യം അതുപോലെ 20 കൗണ്ട്സ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് വിട്ട് ഫ്രീ. അത്രയേ ഉള്ളൂ ഇന്നത്തെ മസാജിങ്. ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഫേസ് പോയി നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ, കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫേസിലൊന്ന് പാക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് മോളെ സ്കൂളിൽ അയക്കണം. അപ്പോൾ അവളെ സ്കൂളിൽ അയച്ചിട്ട് വന്നിട്ട്
അപ്പോഴത്തേക്ക് മുഖം ഒന്ന് പിടിക്കും, ഒരു 2-3 മിനിറ്റ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസറോ അലോവേറ ജെൽ എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല റിസൾട്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ വീണ്ടും വീണ്ടുമുള്ള റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഡെയിലി മസാജിങ് വീഡിയോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എക്സസൈസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.